Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to this session. In this session, we are discussing about the evolution of MIS. Okay, the history of MIS can be divided into 5 eras corresponding to the 5 phases of the development of computing technology. Computing technology development നമുക്ക് MISൻ്റെ എവല്യൂഷനെയും 5 ഇറാസ് ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫസ്റ്റ് ഇറ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഫസ്റ്റിൻ്റെ അകത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം ആൻഡ് മിനി കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. സെക്കൻഡ് വരുമ്പോഴത്തേക്കും അവിടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ദെൻ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ, എൻ്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ്, ദെൻ ദ ലാസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എവല്യൂഷൻ ഓഫ് MISലെ ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഹിയർ ദ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടേഴ്സാണ്. ഓക്കെ, ദ ഹോൾ ഈ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ നമുക്കറിയാൻ പറ്റും കമ്പ്യൂട്ടർ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് വോളിയം അല്ല ലാർജ് ആയിരിക്കും. ഓക്കെ, ആസ് എ ടെക്നോളജി അഡ്വാൻസ് കമ്പ്യൂട്ടേഴ്സ് ഏബിൾ ടു ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയും കപ്പാസിറ്റിയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും കോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സൊക്കെ അഫോർഡബിൾ ആയി വരുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് വെച്ചിട്ടാണ് MISൻ്റെ ഫസ്റ്റ് ഇറായി നമ്മൾ കാണുന്നത്. ദെൻ സെക്കൻഡ് ഇറ എസ് പേഴ്സണൽ കമ്പ്യൂട്ടർ, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറിങ്ങിൻ്റെ എവല്യൂഷനാണ് സെക്കൻഡ് ഇറയിൽ വരുമ്പോഴത്തേക്കും. നമ്മൾ മൈക്രോ പ്രൊസസ്സേഴ്സ് കണ്ടുപിടിക്കുകയും മെയിൻ ഫ്രെയിംസും മിനി കമ്പ്യൂട്ടേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷനായിരുന്നു സെക്കൻഡ് ഇറ. ഓക്കെ, ദെൻ തേർഡ് ഇറ വരുമ്പോഴത്തേക്കും നമ്മൾ നെറ്റ്വർക്ക് അഡ്വാൻസ്മെൻറ്റ്സ് നടത്തി ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സുകളെ ഇൻ്റർ കണക്ട് ചെയ്തു, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാസിന് ഷെയർ ചെയ്യാനും റിസോഴ്സുകളെ ഷെയർ ചെയ്യാനുമൊക്കെ പറ്റും. അതാണ് തേർഡ് ഇറയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻട്രാനെറ്റ്, പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എവല്യൂഷൻ തന്നെ ആയിരുന്നു തേർഡ് ഇറ. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റിലായിരുന്നു അവിടെ വർക്ക് ചെയ്തത്. നെക്സ്റ്റ് എവല്യൂഷൻ ആയിരുന്നു ഫോർത്ത് ഇറ. ഓക്കെ, ഫോർത്ത് ഇറയിൽ അവിടെ എൻ്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് എൻവയോൺമെൻ്റ് ആയിരുന്നു. ദെൻ ദ ഫിഫ്ത്ത് ഇറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിരുന്നു. നമുക്കറിയാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുമ്പോഴത്തേക്കും ഇത് ലേറ്റസ്റ്റ് നെറ്റ്വർക്കിംഗ് ടെക്നോളജിയാണ്. അവിടെ ഡേറ്റാ സ്റ്റോറേജിൻ്റെ ഡേറ്റാ സ്റ്റോറേജിൻ്റെ അകത്ത് പോലും നമുക്ക് ലൊക്കേഷനോ നേച്ചർ ഓഫ് ദ ഹാർഡ്വെയർ പോലും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഓക്കെ, ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കറിയാം കോൺഫിഗറേഷൻ ഓഫ് ദ ഹാർഡ്വെയർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയുടെ കപ്പാസിറ്റിയൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നപ്പോഴത്തേക്കും ഡേറ്റാ സ്റ്റോറേജിൻ്റെ അകത്ത് പോലും ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺഫിഗറേഷൻ, ലൊക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി ഹാർഡ്വെയർ. ഡിയർ സ്റ്റുഡൻസ്, അപ്പം എവല്യൂഷൻ ഓഫ് MIS ചോദിക്കുമ്പോൾ നമ്മൾ ആ ഡിഫറെൻറ്റ് എറാസും ഓരോ എറായിലും ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഷൻ ടെക്നോളജിയെ കുറിച്ചുമാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MIS. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിസ്റ്റം അപ്രോച്ച്. ഓക്കെ, നമ്മൾക്കറിയാം ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പം പല സബ് സിസ്റ്റം ഇൻ്റർലോക്ഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു ഓർഗനൈസേഷനിൽ. അപ്പം ആ ഒരു MIS എന്ന് പറയുന്ന സിസ്റ്റം അത് ഫോളോ ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. ദാറ്റ് ഈസ് ദി സിസ്റ്റം ഷുഡ് ഫോളോ ദ ടോപ്പ് ഡൗൺ അപ്രോച്ച്. നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് ആകുമ്പോൾ ടോപ്പ് ലെവൽ, ബോട്ടം, ലോവർ ലെവൽസ് ഒക്കെ ഉണ്ട്. ആ അപ്രോച്ചസ് ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ നീഡ് ബേസ്ഡ്. നമുക്കറിയാം MIS ഇറ്റ്സ് എ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടക്കുകയാണ്. എല്ലാ തരം യൂസേഴ്സിനെ, ഫോർ എക്സാമ്പിൾ എല്ലാ മാനേജേഴ്സിനെയും, ഡിഫറെൻറ്റ് മാനേജേഴ്സ്, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഏത് സെക്ഷൻസ് ആയിക്കോട്ടെ, എല്ലാ മാനേജേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻ ഒരു ടൂൾ ആയിരിക്കണം MIS. ഓക്കെ, ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് മാനേജേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ഓക്കെ, ദെൻ എക്സെപ്ഷൻ ബേസ്ഡ്. നമുക്കറിയാം MIS എന്ന് പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അത് 100% അഷ്യൂറിറ്റി നമുക്ക് കിട്ടത്തില്ല, അത് സക്സസ് ആകുമെന്നും. ഓക്കെ, മേ ബി മാക്സിമം ഔട്ട്പുട്ട് തരാം, അല്ലെങ്കിൽ മിനിമം ഔട്ട്പുട്ട് തരാം, അല്ലെങ്കിൽ അങ്ങനെ മാക്സിമം, മിനിമം ഓർ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പം എക്സെപ്ഷൻ ബേസ്ഡ് ആയിരിക്കും MIS.
ദെൻ ദ നെക്സ്റ്റ് ഫീച്ചർ ഇസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഓക്കെ, നമുക്കറിയാം പാസ്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ ഉപയോഗിക്കുന്നു. ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ പ്ലാൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് MISൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ദെൻ ഇൻറ്റഗ്രേറ്റഡ് എന്ന ടേം കേൾക്കുമ്പോൾ നമുക്കറിയാം ദ സം ഓഫ്. ഓക്കെ, ഇത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഇൻ ആൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. Okay, then common data flow, which means it avoid duplication or redundancy in data gathering, storage and dissemination. Okay, നമ്മൾ ഇവിടെ ഡേറ്റ ഫ്ലോ കോമൺ ആയതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അൺവാണ്ടഡ് കോപ്പീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അൺവാണ്ടഡ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡേറ്റാസിന് സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് ആയിക്കോട്ടെ, എന്ത് ഓൾട്രേഷൻ വരുത്തിയാലും അത് സെൻട്രൽ ലൊക്കേഷൻസിൽ ആ അപ്ഡേഷൻസ്. നെക്സ്റ്റ് ഈസ് സെൻട്രൽ ഡേറ്റാബേസ്. ഓക്കെ, ഡേറ്റാബേസിൻ്റെ അകത്താണ് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ ഗ്യാദർ ഡേറ്റാസ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഡിഫറെൻറ്റ് ഏരിയാസിലെ ഡേറ്റാസിനെ നമ്മൾ ഗ്യാദർ ചെയ്തു, അതിനെ ഓർഗനൈസ് ചെയ്തു, വാലിഡേറ്റ് ചെയ്തു, നമ്മൾ സെൻട്രൽ ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് MISൽ നമ്മൾ പറഞ്ഞു, ഒരു സിസ്റ്റം ഓറിയൻറ്റഡ് ആണ്, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, നീഡ് ബേസ്ഡ് ആണ്, എക്സെപ്ഷൻ ബേസ്ഡ് ആണ്, ഫ്യൂച്ചർ, ദെൻ ഇൻറ്റഗ്രേറ്റഡ്, കോമൺ ഡേറ്റ ഫ്ലോ, ആൻഡ് ദ ലാസ്റ്റ് വൺ ദ സെൻട്രൽ ഡേറ്റാബേസ്. ഓക്കെ, nature of MIS. Okay, MIS interdisciplinary, which means that it borrowed the concept from large number of disciplines. ഒരു ഓർഗനൈസേഷനിലത് നമുക്കറിയാം അക്കൗണ്ടിങ് മാത്രമല്ല, മാർക്കറ്റിംഗ് ഇസ് ദെയർ, മാനേജ്മെൻറ്റ് ഇസ് ദെയർ, റിസർച്ച് ഇസ് ദെയർ, കമ്പ്യൂട്ടർ സയൻസ് ഇസ് ദെയർ. അപ്പം ഒത്തിരി ഡിസിപ്ലിൻസിൽ നിന്നും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സുകൾ ബോറോ ചെയ്തിട്ടാണ് നമ്മൾ MIS ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഇൻ്റർ ഇൻ നേച്ചർ. ഇനി MIS ഒരു സയൻസ് അല്ല, ഒരു ആർട്ടുമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ സയൻസിൻ്റെ അകത്താണെങ്കിൽ നമുക്കറിയാം റിസൾട്ട്സ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഒരു സയൻസ് ഒന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോർ ആൻ ആർട്ട്. Then it is management oriented. So computer is a tool to hands of a manager used to the management process. Or ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ് ഇസ് ദെയർ. ഓക്കെ, അപ്പം MIS ഓഫർ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൂൾ ഫോർ മാനേജർ. ഓക്കെ, ദെൻ ഇറ്റ് കാറ്റേഴ്സ് ടു ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദി മാനേജേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യുക ഡിസിഷൻ മേക്കിങ്ങിന്, അതാണ് MISൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ദെൻ ഇറ്റ് കളക്ട്സ് ഡേറ്റ ഫ്രം ഇൻറ്റേർണൽ ആൻഡ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ സോഴ്സ്. ഒരു ഓർഗനൈസേഷന് ഇൻറ്റേർണൽ ഡേറ്റ മാത്രമല്ല, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും വരുന്ന ഡേറ്റാസിനെ നമുക്ക് MISനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ MIS ഈസ് മെയിൻലി ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് MIS. ഓക്കെ, ഇറ്റ് ആക്ടിവേറ്റ്സ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ആൻഡ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ലെവൽസിലുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മളൊരു 5 ഇയർ ഒരു ഓർഗനൈസേഷനിലെ 5 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്താനാണെങ്കിൽ ആ 5 ഇയേഴ്സിലെ ഇൻഫർമേഷൻസ് പോലും നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് ഉപയോഗിച്ച് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ കോർഡിനേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് ഡേറ്റ സ്റ്റോറേജ്. ഓക്കെ, ഒരു ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആൻ ഓർഗനൈസേഷൻ MIS ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു ദി കസ്റ്റമേഴ്സ്, എൻഹാൻസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ഫേം, മോട്ടിവേറ്റിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. മോട്ടിവേറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ടു അച്ചീവ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ദെൻ ഇംപ്രൂവ്സ് ദ പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ. എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആഡ് ക്വിക്നെസ് ആൻഡ് ആക്യുറസി ഇൻ ഫങ്ഷനിങ്. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻസ്. കമ്പ്യൂട്ടേഴ്സിന് എറർ ഫ്രീ, കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എറർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റും, അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ എവല്യൂഷൻ ഓഫ് MIS പഠിച്ചു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓർ MIS പഠിച്ചു. ദെൻ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ആക്ടിവിറ്റി സെക്ഷനിലാണ്. ഈ സെക്ഷനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, ഫോട്ടോസ് സെൻഡ് ചെയ്യുക. ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പം യുവർ നെയിം ആൻഡ് റോൾ നമ്പർ മസ്റ്റായിട്ടും എഴുതുക. താങ്ക് യു.